സമർത്ഥയായ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയാണ് താന് എന്ന് ഭീഷ്മ കോടതിയിൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. എന്നാൽ ആ കോടതി പറയുകയാണ് സമർത്ഥയായ കൊലപാതകിയായിരുന്നു ഗ്രീഷ്മയെന്ന്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് സമർത്ഥമായ ഒരു കൊലപാതകം എന്ന്. ഇപ്പോൾ ശിക്ഷ ഒന്നൊന്നായി ഇപ്പോൾ കോടതി പ്രസ്താവിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകലിൽ 10 വർഷം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 4 കുറ്റങ്ങളാണ് തെളിഞ്ഞത്. അതിൽ തട്ടിക്കൊണ്ടുപോകലിൽ 10 വർഷം ശിക്ഷ, അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടതിന് 5 വർഷം ശിക്ഷ കൂടി ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. ഒന്നൊന്നായി ശിക്ഷ വിധിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയതിൽ 10 വർഷം ശിക്ഷ, ഷാരോൺ രാജിനെ തട്ടിക്കൊണ്ടുപോയതിൽ 10 വർഷം ശിക്ഷ, അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ഗ്രീഷ്മ നടത്തി. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ഷാരോൺ രാജ് എന്ന 23 വയസ്സുള്ള തന്റെ പ്രണയിതാവിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ നെയ്യാറ്റിൻകരയിൽ 22 വയസ്സുകാരിയായിരുന്ന ഗ്രീഷ്മ എന്ന കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം എന്ന വിശേഷണത്തിലേക്ക് നെയ്യാറ്റിൻകര ഷാരോൺ രാജ് വധക്കേസ് എത്തുകയാണ്. തീർത്തും ഞെട്ടിക്കുന്ന ഒരു വിധി പ്രസ്താവമെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. 11 ദിവസം വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മരണപ്പെട്ട, ആന്തരിക അവയവങ്ങൾ അഴുകി നശിച്ച നിലയിൽ മരണപ്പെട്ട ഷാരോൺ രാജിന്റെ കൊലപാതകത്തിൽ കുടുംബത്തിനൊടുവിൽ നീതി ലഭിക്കുന്നത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക്. വിഷം കലർത്തി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ നൽകിക്കൊണ്ടാണ്, വധശിക്ഷ നൽകിക്കൊണ്ടാണ് ഇതാ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിൻകര കോടതി. അരുൺകുമാർ, വിശദാംശങ്ങൾ. പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നു. വിധി കേട്ട് ഗ്രീഷ്മ ഒരു പ്രതികരണവുമില്ലാതെയാണ് കോടതിയിൽ നിൽക്കുന്നത്. ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും കോടതിക്കുള്ളിൽ ഈ വിധിന്യായം കേട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പരമാവധി ശിക്ഷ നൽകണം, ആ ശിക്ഷാവിധി നൽകണം. കാരണം ഒരു ഘട്ടത്തിലും മാനസാന്തരം ഉണ്ടാകാൻ ഉള്ള ഒരു പ്രതിയല്ല ഈ ഗ്രീഷ്മ. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം. പ്രായമോ ഉന്നത വിദ്യാഭ്യാസമോ ഏതെങ്കിലും ഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു നല്ല വ്യക്തിയായി ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദത്തെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ നിരീക്ഷണങ്ങൾ നടത്തിയത്. കാരണം വധശ്രമ കുറ്റം കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു ജ്യൂസ് ചലഞ്ചിലൂടെ വധശ്രമം നടത്തി, അതിൽ ഷാരോൺ വിജയിച്ചു. പക്ഷേ വിശ്വസിച്ച, ജീവതുല്യം സ്നേഹിച്ച ഗ്രീഷ്മ ഷാരോണിനെ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളത്തിൽ അസാധാരണമായിട്ടാണ് ഒരു കൊലക്കുറ്റത്തിൽ തൂക്കുകയർ വിധിക്കുന്നത്. ഇതേ കോടതി തന്നെയാണ് മുല്ലൂക്കര ശാന്ത വധക്കേസിൽ തൂക്കുകയർ വിധിച്ചത്. ഏറ്റവും ഒടുവിൽ 2022 ഒക്ടോബർ മാസം 14 തീയതി ഷാരോൺ എന്ന 23 വയസ്സുകാരന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത കേസിൽ പിന്നീട് 12ാം ദിവസം ഷാരോൺ രാജ് മരണപ്പെടുകയാണ്. ഈ കേസിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. KG കമലേഷ്, വലിയ ശിക്ഷാവിധിയാണ് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നേരിടുന്നു അനൂപ് ഈ ഒരു കോടതിയിലെ വിധി പ്രസ്താവം പോയത്. പ്രായം പ്രശ്നമല്ല, ഈ ഒരു ക്രൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ആ കുറ്റകൃത്യം ചെയ്ത രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ മെസ്സേജ് കൊടുക്കാനുള്ള സൂചന എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ ഈ വിധി പ്രസ്താവത്തിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തൂക്കുകയറിലേക്ക് പോകുമോ എന്നുള്ളത്. അത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും രാജ്യത്ത് വധശിക്ഷയ്ക്കെതിരെ പല രീതിയിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് തന്നെ പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയം കൂടിയാണ്. കോടതികൾ പലപ്പോഴും അത്തരത്തിൽ ഏറ്റവും പരമാവധി ശിക്ഷ വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിലേക്ക് മാത്രമാണ്. ഇത് ആ തരത്തിലുള്ള കേസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നിർണായകമായ വിധി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ കോടതി മുറിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ നൽകാൻ MK ഷിജു അരുൺകുമാറിനൊപ്പം തയ്യാറാണ്.